ഞാൻ മിണ്ടാണ്ടിരുന്നാ പോരെ. എന്താന്ന് എനിക്ക് അറിയാലോ, മനസ്സിലായോ? ഞാൻ മിണ്ടാണ്ടിക്കാം. എന്താന്ന് പറയുന്നത് നമുക്കറിയാലോ. എന്താ നമുക്ക് പറയാന്നറിയാലോ. എന്താ നമുക്ക് പറയാന്നറിയാലോ. കാണാം. ഓക്കെ ആണോ? ഓക്കെ. ചിലവന്മാരിരുന്ന് എന്നെ അവരാധിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. മറ്റേ അല്ല, ഞാനിപ്പോ ഇരുന്ന് അവരാധിച്ചത്. ഞാനെന്താ അവരാധിച്ചത്? ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല, മനസ്സിലായോ? ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. പിന്നെന്താ ഞാൻ അവരാധിക്കാന്ന് പറയും? ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. ഈ ചങ്ങായിൻ്റെ ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല, മനസ്സിലായോ? ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല. പിന്നെന്താ ഞാൻ ഈ പേടിന്ന് പറയാൻ എന്താ ഇതില്? അല്ല, അവരാധിച്ചെന്ന് പറയാന് അലിൻ ജോസ് പെരേരയൊക്കെ വെച്ചിട്ട് ഓരോരുത്തന്മാരിരുന്ന് അവരാധിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ബ്രോ, അലിൻ ജോസിന് ബ്രോനെ പോലും മര്യാദയ്ക്ക് അറിയോന്ന് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോ ആരാന്നാണ് എന്നോട് ചോദിച്ചത്, മനസ്സിലായോ? അപ്പൊ അലിൻ ജോസിനെ വെച്ച് ഞാൻ എന്താ അവരാധിക്കാൻ? ഞാൻ വേറെ അലിൻ ജോസിന് ഞാൻ കൊണ്ടുവന്നത് വേറെ കണ്ടന്റിനാ, മനസ്സിലായോ? എനിക്ക് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ആ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പുള്ളി മാത്രമേ ഉള്ളൂ. അലിൻ ജോസ് മാത്രമാണ് ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെനയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അത് ഇപ്പൊ തോന്നുന്നത് അത് മാറിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തോന്നും, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാ? ആര് പറയണ വേണേലും നമുക്ക് കേട്ടോണ്ടിരിക്കാം. പക്ഷേ ഈ മറ്റേ അച്ചീവ്മെന്റ് ആയിട്ട് കുളിസീനൊക്കെ എത്തി നോക്കുന്ന ഓരോരുത്തന്മാരൊക്കെ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ടേക്ക്. ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പാസ്റ്റ് വലിച്ചിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു നാണവും മാനവും ഇല്ലാത്ത പരിപാടിയാണ്, മനസ്സിലായോ? ഓക്കെ, ഓന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തൊപ്പി കുറെ ഇത് ചെയ്തിട്ടുണ്ട്, മമ്മു ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അതൊക്കെ ഒരാളെ പാസ്റ്റാണ്. അതൊക്കെ പാസ്റ്റാ. അത് എടുത്തിടേണ്ട ആവശ്യം എന്താ? പാസ്റ്റ് എടുത്തിടേണ്ട ആവശ്യം എന്താ? പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിപ്പം സ്റ്റോപ്പ് മതിയല്ലേ? നമുക്ക് വേണ്ട കൈസ്. വെറുതെ ഞാൻ പറഞ്ഞ ഇതായി പോകും. വേണ്ട, വിട്. വെറുതെ പിന്നെ അടുത്ത ഇതാവും. നമുക്ക് താല്പര്യമില്ല. മതി, വേണ്ട, വിട്. വേണ്ട. ഇത് ഞങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ചുമ്മാ വായി വിട്ട് നിൽക്കാൻ പറ്റൂല. ഫുൾ കാണണം. ഞങ്ങൾക്ക് കാണണം തോന്നില്ല. മതി, വേണ്ട. ഇങ്ങനെ എന്തെങ്കിലും കുറ്റം പറയാന്നല്ലാണ്ട് വേറെന്താ? സ്കേപ്പ് കാണു ഫുൾ കാണു. ബ്രോ, എനിക്ക് ഇതിന് താല്പര്യമില്ല, മനസ്സിലായോ? എനിക്ക് ഈ കോൺട്രവേഴ്സി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നല്ല രീതിയിൽ ഇതായിട്ട് പോകുന്നതാണ്. ഈ ചങ്ങായി ഞാൻ റിയാക്ട് പോലും ചെയ്തിട്ടില്ല, മനസ്സിലായോ? പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ ഇതാക്കി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാണണോ ഗൈസ്? അല്ല, ഇവിടെ തമ്മിത്തല്ല് കാണാൻ കുറേ ഉണ്ടാവും. അവന്മാരെ വാക്കൊന്നും ഞാൻ കേൾക്കുന്നില്ല. നോക്കണാന്ന് എനിക്ക്. പിന്നെ ഇവൻ പറയുന്നതും കേട്ടിട്ട് ഞാൻ വായും പൂട്ടിയിരിക്കണം. അതെന്നെ കൊണ്ട് പറ്റൂല. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇമാതിരി വർത്താനാണെങ്കിൽ ഞാൻ എന്തായാലും എന്തേലും പറഞ്ഞു. വെറുതെ വേണ്ട ഗൈസ്. വെറുതെ ഒരു ഇത് വേണ്ട, മനസ്സിലാ? വിട്ടേക്ക്. ഞാനായിട്ടൊരു ഇത് വലിച്ചെന്ന് പറയണ്ട. വിട്ടേക്ക്. വിട്. ഞാനായിട്ടൊരു അടുത്ത ഇത് വലിച്ചെന്ന് പറയണ്ട. നമുക്ക് സിറ്റി കയറാം. വിട്. ലീവ്. സൗണ്ട് പോയോ? ഇല്ലല്ലോ. ഫുള്ള് കഴിഞ്ഞ കാര്യമല്ലേ? വിട്. അതാ ഞാൻ പറയുന്നത്, അല്ലേ? വെറുതെ നമുക്ക് ബ്രദർ പേടിക്കാനാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വന്ന് ഞാൻ പറയാ ബ്രോ. പേടിക്കാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങക്ക് പേടിയുള്ള ആളുണ്ട്, മനസ്സിലായോ? അത് കണ്ടവന്മാരൊന്നും എനിക്ക് പേടിയില്ല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആളെ ഞാൻ പേടിച്ചോളാം. കണ്ടവന്മാരൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇമാതിരി വർത്താനം പറയുമ്പോൾ നമുക്ക് പിരാന്ത് ഇളകുന്ന, മനസ്സിലായോ? ഫുൾ പേടിച്ച് വരും. പേടിച്ചത് നിന്റെ തന്ത, മനസ്സിലായോ? ഓക്കെ. ഞങ്ങൾക്ക് കോട്ടയം
എന്നാ പിന്നെ അതൊന്ന് കണ്ട് തീർക്കാം ഗൈസ്. അത് എന്തായാലും നമുക്ക് കാണണം. എന്നാ പിന്നെ അതൊന്ന് കണ്ട് അങ്ങ് തീർക്കാം. മനസ്സിലാ? അതൊന്ന് കണ്ട് തീർക്കാം. ഞാൻ മാക്സിമം ഒന്നും പറയൂല, നമുക്ക് കണ്ട് തീർക്കാം. കണ്ടു തീർക്കാം. ഇതൊക്കെ കിട്ടിയതിന്റെ ഒരു ഇതാണ് മറ്റേ ഇവിടുന്ന് ഒരു 10 പേര് അവിടെ വന്ന് തെറി വിളിക്കാനെങ്കിലും ചെല്ലുന്നത് അവന് സന്തോഷം. മനസ്സിലായി? ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈഗിള് നമ്മളെ തെറി വിളിക്കുന്നത്. ഇവിടുന്ന് ഒരു 10 പേര് അങ്ങോട്ട് പോയിട്ട് തെറി വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈഗിളിന് കണ്ടന്റ് ക്ഷാമമാണ്. അല്ല ഞാൻ പറയട്ടെ, അല്ല അപ്പൊ അതുകൊണ്ടാണോ MRG അന്യെല്ലാം കുറ്റം പറഞ്ഞ് നടക്കുന്നത്? ഈ സീനിൽ പോലും ഇല്ലാത്ത എന്നെ കുറ്റം പറഞ്ഞത് അതുകൊണ്ടാണോ? ഈ പറഞ്ഞ കാര്യത്തിനാണോ? അല്ല ഇപ്പം പറഞ്ഞല്ലോ, ഇതിൽ ഞാനല്ല, ഇതിൽ ഇനീഷ്യേറ്റീവ് എടുത്ത ആള് ഞാനല്ലല്ലോ, മൂപ്പരല്ലേ. അപ്പൊ മൂപ്പരല്ലേ അത് ചെയ്യുന്നത്. മൂപ്പര അത് ചെയ്തിട്ട് എന്റെ തലക്കിടാനോ? ഇതെന്താ? മനസ്സിലായി? ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കുളിസീൻ ഫുണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായ? വേറൊന്നുമല്ല. പുള്ളിയുടെ, ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിയുടെ ആധാർ കാർഡിലെ പേരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഷഡ്ഡിക്കണ്ണൻ. അപ്പോ അയ്യോ, ഈഗിളുടെ ആധാർ കാർഡിലുള്ള പേരാണോ കൊട്ടാന്നുള്ളത്? ആണോ? ഈഗിളുടെ ആധാർ കാർഡിലെ പേരാണോ? ഷേ എടാ, എനിക്കറിയില്ലായിരുന്നോ. എനിക്കറിയില്ലായിരുന്നോ. ഷഡ്ഡിക്കണ്ണൻ എന്നാണ് പുള്ളിയുടെ തറവാട്ട് പേര്. ഓ, അപ്പൊ കൊട്ടക്കകയിൽ നിന്നാണോ വീട്ടുപേര്? കൊട്ടക്കകയിൽ നിന്നാണോ വീട്ടുപേര്? എനിക്കറിയില്ലായിരുന്നോ. അയ്യോ, കൊട്ടക്കുള്ളിൽ നിന്നാണോ വീട്ടുപേര്? ഞാനിപ്പോ അറിയുന്നേ കൊട്ടക്കുള്ളിൽ കൊട്ട അതാണോ പേര്? അല്ലെ കൊട്ടക്കുള്ളിൽ ശാന്തയോ? അല്ല, അതൊക്കെ അറിയില്ലായിരുന്നു. അതാണോ ആധാർ കാർഡിലെ പേര്? പേരും എല്ലാം ഷഡ്ഡിക്കണ്ണൻ എന്നാണ്. അപ്പൊ ഇനി തൊട്ട് അല്ല, എനിക്കെന്താ ഡൗട്ട് എന്നറിയോ? ശാന്തേന്നാണോ അതോ കൊട്ടേന്നാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉള്ളൂ പേര്. മനസ്സിലാ? ഇതിൽ ഏതാ അപ്പോ? കൊട്ടക്കകയിൽ ശാന്തേന്നാണോ, അല്ലെങ്കിൽ കൊട്ടക്കകയിൽ ശാന്തേച്ചി എന്നാണോ, അല്ലെ കൊട്ടക്കുള്ളിൽ കൊട്ടാന്നാണോ? ഇതിൽ ഏതാ? എനിക്ക് ഏതാന്നറിയില്ല. നമ്മൾ പുള്ളിയെ റോഡിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഞാനിപ്പോ നേരെ പോയിട്ട് ഹായ് ഷഡ്ഡിക്കണ്ണ ഇങ്ങനെ ആയിരിക്കും ഞാൻ. ഹായ് ശാന്തേച്ചി എന്തല്ല സുഖല്ലേ? എന്താ പരിപാടി? കുടുംബശ്രീ ഒന്നില്ലേ ഇപ്പൊ? അങ്ങനെ ഞാനും ചോദിക്കാം, പറയാൻ പോണേ. മനസ്സിലായോ? ഞാനല്ലാതെ ഞാൻ MRC ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ ഷഡ്ഡിക്കണ്ണ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അപ്പൊ മതിയല്ലോ. പിന്നെ സിറ്റുവേഷനിലില്ലാത്ത എന്നെ പിടിച്ചിട്ട് വേണ്ടാത്ത വർത്താനവും പറഞ്ഞിട്ട് എന്നിട്ട് കുറ്റം മൊത്തം അങ്കോ? അതെന്ത് പരിപാടി? പേരോ ചാനലിന്റെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരാളെ ഗസ്റ്റ് ആയിട്ട് മറ്റേ ലൈവിൽ കൊണ്ടുവന്നിട്ട് അവനോട് വരെ ഗെയിമിന്റെ ഹെയ്റ്റ് എക്സ്പ്രസ് ചെയ്യണം. ഏത് ഗെയിമിന്റെ ഒന്നും അലിൻ ജോസിനൊന്നും ഗെയിം പോലും അറിയില്ല. ഞാൻ ഇതെന്താ ഈ ചങ്ങായി പറയുന്നത്? എന്തോരം ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. രണ്ട് പ്രാവശ്യം എൻ്റെ പേര് ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ പേര് പറഞ്ഞ മൂപ്പരാണോ ഇത് പറയുന്നത് ഫ്രസ്ട്രേഷൻ? ഞാൻ ഇതിൽ ഇടപെടാൻ പോയില്ല. ഇങ്ങോട്ട് കയറി വന്ന് ചൊറിഞ്ഞിട്ട് എനിക്ക് ഫ്രസ്ട്രേഷനോ? അല്ല, അതിന്റെ ലോജിക്ക് എന്താ? എനിക്കത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവും. അപ്പൊ അതിൽ കൂടുതൽ ഞാൻ വേറൊന്നും പറയണില്ല. പറയണ്ട, മതി. ഇത്രേ ഉള്ളൂ. ഇതാണോ നിങ്ങൾ വലിയ ആനക്കാര്യം എന്ന് പറഞ്ഞത്? ഞാനും വിചാരിച്ചു ഇത് എന്താന്ന്. ഇതാണോ സംഭവം? ഞാൻ വിചാരിച്ചു വേറെന്തോ സംഭവമാണ്.